പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളായി പോകുന്ന ഈ കാലത്ത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു മതിലിനപ്പുറമുള്ള കുടുംബങ്ങളുടെ ജീവിക്കുന്ന ഒരു നാടിൻ്റെ പോരാട്ടവീര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ചരിത്രമുറങ്ങുന്ന മലപ്പുറം വലിയങ്ങാടിയുടെ മണ്ണിലാണെന്ന് ഞാനുള്ളത്. 300 വർഷത്തിൽ പുറത്ത് ചരിത്രമുള്ള വലിയങ്ങാടി എന്ന പ്രദേശമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമൂതിരി നാട് ഭരിച്ചിരുന്ന കാലം അന്ന് ഈ മേഖല ഭരിച്ചിരുന്നത് പാർനമ്പിമാരാണ്. പാർനമ്പിമാരുടെ സുരക്ഷയ്ക്കായി പടയാളികളെ കൊണ്ടുവന്ന് അവർക്ക് താമസിക്കാനായി ഇന്നത്തെ വലിയങ്ങാടി പ്രദേശം പതിച്ചു നൽകി. കരം പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു നടപടികളെ എതിർത്തിരുന്നത്. ദേശത്തെ തട്ടാനായിരുന്ന കുഞ്ഞേലുവും അവർക്കൊപ്പം പോരാടി. ഒരിക്കൽ പാറനമ്പിയുടെ സൈന്യവും നാട്ടുകാരും തമ്മിൽ പോരാട്ടമുണ്ടായി. കുഞ്ഞേലുവും പള്ളിയിലെത്തി അവർക്കൊപ്പം ചേർന്നു. ഒപ്പം വീരചരമം പ്രാപിച്ചു. കുഞ്ഞേലു അടക്കം 44 പേരെ പള്ളിയോട് ചേർന്ന് തന്നെ ഖബറടക്കി എന്നതാണ് ചരിത്രം പറയപ്പെടുന്നത്. പിന്നീട് പശ്ചാത്താപം തോന്നിയ പാറനമ്പി നേരത്തെ ഉണ്ടാക്കിയിരുന്ന അതേ സ്ഥാനത്ത് പള്ളി പതിച്ചു നൽകിയെന്നാണ് ചരിത്രം. ഇതാണ് ശുഹദാ മസ്ജിദ് എന്നറിയപ്പെടുന്ന വലിയങ്ങാടി ജുമാ മസ്ജിദ്. കുഞ്ഞേലുവിന് ആദരമർപ്പിച്ച് മലപ്പുറം വലിയവളിയിലേക്ക് പിൽക്കാലത്ത് അപ്പങ്ങളെത്തി. ഇതിനെ പെട്ടിവരവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങാടിത്തലക്കൽ തറവാട്ടുകാർ 3 നൂറ്റാണ്ടായി ഈ പള്ളിയിലേക്ക് അപ്പം കൊണ്ടുപോയി സമർപ്പിക്കുന്ന ചടങ്ങ് തുടർന്നു വരികയാണ്. മതസൗഹാർദ്ദത്തിന് വലിയ സന്ദേശം പകർന്നു നൽകുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ പെട്ടിവരവ്. പള്ളിയിൽ ഖബറടക്കപ്പെട്ട ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ്റെ പിൻതലമുറക്കാർ അപ്പങ്ങളുണ്ടാക്കി പള്ളിയിൽ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുക എന്നത് മതസൗഹാർദ്ദത്തിൻ്റെ മറ്റെവിടെയും കാണാത്ത സന്ദേശം കൂടിയാണ് ലോകത്തിന് നൽകുന്നത്. 300 വർഷങ്ങളുടെ ചരിത്രമുള്ള വലിയങ്ങാടിയിൽ ഇക്കാലത്തും ഈ കുടുംബങ്ങൾ തമ്മിൽ ഒരു മതിൽക്കെട്ടിൻ്റെയും അതിർവരമ്പുകളില്ലാതെ വ്യക്തിയുടെ മാത്രം വ്യത്യാസത്തിൽ കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.